ചക്രത്തിൻ്റെ വരവോടുകൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോക ചരിത്രത്തിൻ്റെ തന്നെ പ്രവേഗം പറഞ്ഞാൽ കഥ ആരംഭിക്കുന്നത് 1885-ലാണ്. അന്ന് ലോകത്തിൽ ഒരുപാടധികം സെൽഫ് പവേർഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഉണ്ടായിരുന്നു എങ്കിലും അതിലൊക്കെ ഒരുപാടധികം ഇംപ്രാക്ടിക്കൽ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ആ ഇംപ്രാക്ടിക്കൽനെസ്സിലൊക്കെ മനമെടുത്ത ജർമ്മൻ എഞ്ചിനീയറായിട്ടുള്ള കറൽ ബെൻസ് 1885 തൻ്റെ വർക്ക്ഷോപ്പിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തൻ്റെ ആദ്യത്തെ ലോകത്തിലെ ആദ്യത്തെ പ്രാക്ടിക്കൽ കാറിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നു. ഒരുപാടധികം പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ഒടുവിൽ 1886 ഇതിൻ്റെ പേറ്റൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേറ്റൻറ്റ് രജിസ്റ്റർ ചെയ്തു എങ്കിൽ പോലും കറൽ ബെൻസ് തൻ്റെ എഞ്ചിനീയറിംഗ് മികവിൽ തീർത്ത ഈ വാഹനത്തിൽ 100% സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം ഒരു പെർഫെക്ഷണലിസ്റ്റ് ആയിരുന്നു. ശരിക്കും ഈ ഒരു വാഹനം പരിപൂർണമായും പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രമേ ലോക ജനതയ്ക്ക് വേണ്ടി ഈ ഒരു വാഹനം വിട്ടു നൽകാൻ സാധിക്കൂ എന്നൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാവാം ഈ ഒരു വാഹനത്തിൻ്റെ മാസ് പ്രൊഡക്ഷനിലേക്കും മാർക്കറ്റിങ്ങിലേക്കും അദ്ദേഹം ചിന്തിക്കാഞ്ഞത്. എന്നാൽ കാറൽ ബെൻസിൻ്റെ പ്രിയ പത്നി തൻ്റെ ഭർത്താവിൻ്റെ മികവിൽ തികഞ്ഞ വിശ്വാസമുണ്ടായിരുന്ന അവർ 1888 ലോകത്തിലെ ആദ്യത്തെ വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് നടത്തുകയാണ്. കാറൽ ബെൻസിൻ്റെ വീട്ടിൽ നിന്നും 100 കിലോമീറ്റർ അകലെയുള്ള ബെർത്ത ബെൻസിൻ്റെ ജന്മസ്ഥലത്തേക്കായിരുന്നു ലോകത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ഡ്രൈവ് നടന്നത്. ബെർത്ത ബെൻസിൻ്റെ വീര്യോജ്വലമായ ഈ പ്രവൃത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസ് മോട്ടോർ വാഗൻ്റെ ഖ്യാതി ജർമ്മനി ഒട്ടാകെ എത്തിക്കുകയും പിൽക്കാലത്ത് മെഴ്സിഡീസ് ബെൻസ് എന്ന കാർ ബ്രാൻഡിൻ്റെ ഉദയത്തിനും കാരണമായി.